ഐഡന്റിറ്റി, ഡയസ്പോറ ആൻഡ് ഐഡന്റിറ്റി ആണ് നമ്മൾ 4th മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ജെൻഡർ ആൻഡ് ഡയസ്പോറ, റോൾ ഓഫ് പ്രവാസി ഓർഗനൈസേഷൻസ്. ഓക്കെ, ഇതിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഡയസ്പോറയിൽ ജെൻഡർ ഐഡന്റിറ്റി, ജെൻഡർ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അതേപോലെ എങ്ങനെയാണ് ജെൻഡർ, ഓക്കെ, ജെൻഡറിൻ്റെ എസ്പെഷ്യലി നമ്മളതിൽ പറയുന്നത് ഫീമെയിൽസിൻ്റെ എന്താണ് മൈഗ്രേഷന്, അവരുടെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഡയസ്പോറ ആൻഡ് ഐഡന്റിറ്റി ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ അതിൽ നമ്മൾ പറഞ്ഞ ഡയസ്പോറ ആൻഡ് സബ്ജക്റ്റിവിറ്റി, ദെൻ ഡയസ്പോറ ആൻഡ് കമ്മ്യൂണിറ്റി, ദെൻ അക്കൾച്ചറേഷൻ, ദെൻ അസിമിലേഷൻ, അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇവോൾവിങ് ഐഡന്റിറ്റീസ്, അല്ലെ? ഇവോൾവിങ് ഐഡന്റിറ്റീസ് പറഞ്ഞിരുന്നു. ദെൻ നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് പിന്നെ നമ്മൾ ഇവോൾവിങ് ഐഡന്റിറ്റീസ്, അതായത് മൈഗ്രൻസ് അവരെന്ത് ചെയ്യുന്നത്, പുതിയ സ്റ്റൈൽസ് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്, അവർ ഇമോഷണലായിട്ട് പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ പിന്നെന്താണ്, ഒരു ജിയോ കൾച്ചർ ലൊക്കേഷൻ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ ഒരു ഫിസിക്കൽ ഹോമിൽ നിന്ന് ഒരു മറ്റൊരു തരത്തിലേക്ക്, മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ഡയസ്പോറിക് സബ്ജക്റ്റിവിറ്റിന്റെ ഭാഗമായിട്ട് മേജറായി ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അടുത്തത് ഹൈബ്രിഡിറ്റി ആൻഡ് ഹൈഫനേഷൻ. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൾച്ചറൽ ഐഡന്റിറ്റി ആൻഡ് ഡയസ്പോറ. കൾച്ചറൽ ഐഡന്റിറ്റി ആൻഡ് ഡയസ്പോറ, അതായത് സ്റ്റുവാർട്ട് ഹാൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഷ്യൂസ് ഓഫ് ഡയസ്പോറ. അതായത് ഹൈബ്രിഡിറ്റി നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കൾച്ചറൽ ഐഡന്റിറ്റിയുമായിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് കൾച്ചറൽ ഐഡന്റിറ്റി, അതായത് സ്റ്റുവാർട്ട് ഹാൾ പറയുന്നത് ഡയസ്പോറ ഐഡന്റിറ്റീസിനെ നമ്മൾ വിശദമായി പഠിക്കുകയാണെങ്കിൽ അത് തുടർച്ചയായിട്ട് കൃത്യമായിട്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ, പുതുതായി ഉണ്ടാക്കുകയും പ്രത്യുൽപാദിപ്പിക്കുകയും ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ ഒരു ഹൈബ്രിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഹൈഫനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻസൈറ്റ്ഫുൾ അനാലിസിസ് ആണ്. കൾച്ചറൽ ഐഡന്റിറ്റീസിനെ പറ്റിയിട്ട് ഒരു ഉൾക്കാഴ്ച, അതേപോലെ അതിൻ്റെ ആ ഒരു ഉൾക്കാഴ്ചയും കൂടാതെ നമ്മൾ മറ്റൊരു കൾച്ചറിൻ്റെതായിട്ടുള്ള കോംപ്ലക്സിറ്റീസ് അത് പ്രാക്ടീസ് ചെയ്യാനുണ്ടാവുന്ന ബുദ്ധിമുട്ടും. കൂടാതെ ഈ ഒരു കൾച്ചറൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കൾച്ചറിൽ നിന്ന് മറ്റൊരു കൾച്ചറിലേക്ക് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് ഒരു കൾച്ചറലായിട്ട് ഹൈബ്രിഡിറ്റി സംഭവിക്കുക, അത് നമ്മളുടെ ഒരു കൾച്ചറിൽ നിന്നൊരു മറ്റൊരു കൾച്ചറിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ, അതിന് നമുക്ക് ഒരു ഹൈബ്രിഡിറ്റി എന്നുള്ള രീതിയിൽ പറയാം. അതായത് ഡയസ്പോറ ഐഡന്റിറ്റീസ് പറഞ്ഞാൽ എപ്പോഴും ഈ ഡയസ്പോറകളുടെ വ്യത്യാസം പറഞ്ഞാൽ അത് മാറ്റങ്ങൾക്ക് വിധേയമാണ്, വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു കൾച്ചറൽ ആയിട്ടുള്ള മാറ്റങ്ങളാണ് ഈ ഹൈബ്രിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ജെൻഡർ ആൻഡ് ഡയസ്പോറ. ഈ ജെൻഡർ ആൻഡ് ഡയസ്പോറ നമ്മൾ ഈ ഒരു മൈഗ്രേഷൻ അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം, ഒരുപാട് പേര് മൊബിലൈസ് ചെയ്തിട്ടുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. ഈ കൊളോണിയൽ ക്യാപിറ്റലിസത്തിന്റെ ഭാഗം ഒരുപാട് ഇന്ത്യൻ മെൻ ആൻഡ് വിമൻ മൂവ് ചെയ്തിട്ടുണ്ട് പല കോളനീസിലേക്കും. ഫിജി, മൗറീഷ്യസ്, കരീബിയൻ ഐലൻഡ്, സൗത്ത് ആഫ്രിക്ക, അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് ഇന്ത്യൻസ് വെസ്റ്റ് ആഫ്രിക്കയ്ക്കും ഈസ്റ്റ് സൗത്ത് ആഫ്രിക്കയിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഒരു മൈഗ്രേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിൻലി ആരായിരുന്നു? മെയിൽസ് ആയിരുന്നു മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഫീമെയിൽസ് മാത്രമേ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾക്കറിയാം, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാല്
എന്താണ് യു കെയിൽ ഒരുപാട് ലേബർ ഒരുപാട് ഇൻഡസ്ട്രീസ് വന്നപ്പോൾ ലേബേഴ്സിന് സ്വാഭാവികമായിട്ട് ആവശ്യം വന്നു. കൂടാതെ പ്രൊഫഷണൽസിന് യു എസിലേക്ക് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവര് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള എന്താണ് ഏറ്റവും പ്രൊഫഷണൽസിനെയൊക്കെ എന്ത് ചെയ്തു യു എസിലേക്ക് ആവശ്യം വന്നു. അപ്പൊ ഈ മൈഗ്രേഷൻ ഓഫ് ഫാമിലീസ് ഈ യു കെയിലേക്കും യു എസിലേക്കും ഒരുപാട് പേര് ഫാമിലീസ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇതിന്റെ ഭാഗമായി പറയാൻ നമുക്ക് ഒരു തേർഡ് വേവ് എന്നുള്ള രീതിയിൽ ഗൾഫ് കൺട്രീസിലേക്കും മൈഗ്രേഷൻ ഇവിടെയൊക്കെ എന്താണ് മെയിൽ ഡോമിനേറ്റഡ്. നമ്മൾ നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ഫാമിലി ആയി പോകുന്ന കുറച്ച് പേര് മാത്രം അധികം എന്താണ് മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടാണ് കണ്ടത്. ഫ്യൂ ഫീമെയിൽസ് ആണ് എന്ത് ചെയ്ത് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. മൈഗ്രേഷൻ നമുക്കറിയാം പിന്നെ ഫീമെയിൽസ് എസ്പെഷ്യലി പോകുന്നത് നഴ്സിംഗ് അതേപോലെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ലേബറിന് വേണ്ടിയിട്ടാണ് ഫീമെയിൽസ് പോകുന്നത്. കൂടാതെ നമുക്കൊരു മൈഗ്രേഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് എന്താണ് പല പിന്നെ വിധത്തിലാണ് അതിൻ്റെ ഒരു ജെൻഡർ ഐഡന്റിറ്റി കിടക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള മൈഗ്രേഷൻ വെച്ച് നോക്കുമ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗുലർ ഡയസ്പോറിക് ജെൻഡേർഡ് ഐഡന്റിറ്റി, അതായത് മെന്നാണ് അധികം എന്ത് ചെയ്യുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു പോകുന്നത്. വൈൽ വിമൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക് മൈഗ്രേഷന്റെ എന്താണ് വലിയ ക്രൂഷ്യൽ ഏരിയ നെഗോഷിയേഷൻസ് മറ്റു കാര്യങ്ങളൊന്നും ഫീമെയിൽ ആണ് എന്ത് ചെയ്യുന്നത് ഈ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് അതിന് മൈഗ്രേഷൻ പറ്റി ലെസ് എക്സ്പീരിയൻസേ ഉള്ളൂ, എസ്പെഷ്യലി വിമൻസിന്. പിന്നെ ലാസ്റ്റ് ഒരു 20 വർഷമൊക്കെ ആയിട്ട് എന്താണ് നമുക്ക് ഇതൊരു ചിന്തിക്കപ്പെടേണ്ട കാര്യം. കാരണം വിമന്റെ പ്രൊഡക്റ്റീവും റീപ്രൊഡക്റ്റീവ് റോൾ എന്ന് പറയുമ്പോൾ എന്താണ് റെപ്രസെന്റേഷൻ, അതായത് വിമന്റെ റെപ്രസെന്റേഷൻ. അതിൽ വിമന്റെ റെപ്രസെന്റേഷൻ നമുക്ക് എസ്പെഷ്യലി നോക്കാം പുഷ് ആൻഡ് പുൾ ഫാക്ടേഴ്സ് വെച്ചിട്ട്. ഇതില് ഹേഴ്സിക് പറയുന്നത് അതായത് ട്രഡീഷണലും ഫണ്ടമെന്റലായിട്ട് ഒരു ഇന്ത്യൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പാട്രിയാർക്കൽ അല്ലെ, ഒരു ജെൻഡേർഡ് ഐഡന്റിറ്റി എന്താണ് ബൈനറി സിസ്റ്റം മാനും വിമനും ഉണ്ടെങ്കിലും ഒരു എന്താണ് നമുക്കൊരു പാട്രിയാർക്കൽ എന്താണ് നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട് എന്താണ് പാട്രിയാർക്കൽ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാല് പിന്നെ വിമൻ മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എന്താണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ലോസ് ആവും, അതായത് ഫാമിലി, അതേപോലെ സെൻസ് ഓഫ് സെക്യൂരിറ്റി, അതേപോലെ സോഷ്യൽ ലിങ്കേജ് എന്നൊക്കെ പറയുന്നത് വിമൻ പോയി കഴിഞ്ഞാൽ. പക്ഷെ മെൻ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അതിൽ ഗീതാഞ്ജലി സിംഗ് എന്നുള്ള ലേഡി അവര് എന്താണ് പിന്നെ ഗീതാഞ്ജലി അതായത് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ വിമൻ എന്ന് പറഞ്ഞാല് എന്താണ് ഒരു മൂന്ന് വിധത്താൽ എന്താണ് അന്യമായി നിൽക്കുന്ന കാര്യമാണ് അവർക്ക്. 3 വിധത്താല്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ഹോം കൺട്രി, അതായത് ഒരു ഹോസ്റ്റ് ലാൻഡിൽ എത്തിക്കഴിഞ്ഞാല് അവർക്ക് എന്താ അവര് വിട്ടുപോയ രാജ്യം, അവർ വിട്ടുപോയ രാജ്യം ഒന്ന് പറയുന്ന ഒരു പുതിയൊരു ഹോംലാൻഡിൽ നിന്ന് ഹോസ്റ്റ് ലാൻഡിലേക്ക് എത്താണ്. പിന്നെ എന്താണ് സ്വാഭാവികമായിട്ടും മക്കളെയൊക്കെ മാറി നിന്നിട്ടുള്ള ഒരു ലൈഫായിരിക്കും. നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് ജോലിക്ക് പോകുമ്പോൾ മെന്നിന് പോകുമ്പോൾ ആ ഇഷ്യൂസ് വരുന്നില്ല, മെന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ. അടുത്തത് നമ്മൾ പറയുകയാണെങ്കിൽ വിമൻ എന്താണ് വിമന്റെ റോള് എന്ന് പറയുന്നത് എന്താണ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പാട്രിയാർക്കൽ സമൂഹത്തിൽ എന്താണ് അവര് ഫാമിലി എന്താ ചെയ്യുക നർച്ചർ ചെയ്യുക എന്നുള്ള റോള് തന്നെയാണ്. കൂടാതെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പുതിയ കൾച്ചർ എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പുതിയ കൾച്ചറൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പുതിയ കൾച്ചർ നമ്മൾ മാറ്റത്തിനനുസരിച്ച് ഉൾക്കൊള്ളുമ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അത് നമുക്ക് നമ്മളിലൊരു ഒരു സെൻസ് ഓഫ് ഏലിയനേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്കൊരു ഐഡന്റിറ്റി ക്രൈസിസും ഫീമെയിൽസിനെ സംബന്ധിച്ചിടത്തോളം മേജർ ഇഷ്യൂ ആയിട്ട് മാറണം. അതായത് അവര് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു പോവുകയാണെങ്കിൽ അവരെ ഒരു ഇന്ത്യൻനെസ് നമ്മളൊരു ഐഡന്റിറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ വിമൻ അതായത് കുറച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വിമൻ എസ്പെഷ്യലി ഒരു മറ്റുള്ള മേഖലകളിലൊന്നും പോവാതെ അവരൊരു കൺസർവേറ്റീവായി നിൽക്കുന്ന പാറ്റേണിൽ തന്നെയാണ് മൈഗ്രേഷന്റെ കാര്യത്തിൽ എന്നാണ് പറയുന്നത്. കൂടാതെ
നമ്മള് പിന്നെ കസ്റ്റോഡിയൻസ് ഓഫ് കൾച്ചർ വിമന് പറയുന്ന എന്താണ്, അവര് എന്താണ് നമ്മള് പിന്നെ കൾച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നവരാ. കൂടാതെ ഇവര് പിന്നെ അവർക്ക് കോർ വാല്യൂസ് ഒക്കെ അവര് പിന്നെ വൈഫായാലും മദർ ആയാലും അവരുടെ ഒരു കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിലായാലും ഇതൊക്കെ എന്താണ് അവർക്ക് ഇല്ലാതെ പോകും മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത്. അതേപോലെ തന്നെ അവർക്ക് പുതിയ കൾച്ചറൽ നോംസ്, ഹോം കൾച്ചർ, അവരൊരു ഡൊമസ്റ്റിക് സ്പേസിലാണ് അവർ ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഫാമിലിയുമായിട്ട് ഇമോഷണൽ ടൈസ് ഉണ്ട്, ഹോംലാൻഡുമായിട്ട് ഇമോഷണൽ ടൈസ് ഒക്കെ വിമനാണ് ഏറ്റവും കൂടുതൽ അധികമുള്ളത്. കൂടാതെ പിന്നെ വേറെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് എന്താണ് ഒരു ഹോമിലേക്ക് ഒതുങ്ങിക്കൂടുന്ന തരത്തിലുള്ള അല്ലെ, പിന്നെ അവരുടെ ലാംഗ്വേജ് ആയാലും അവരുടെ ഡ്രസ്സ് ആയാലും അവർ സംസാരിക്കുന്ന അവർ കുക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ ഇതൊക്കെ എന്താണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒതുങ്ങിക്കൂടുക, ഫാമിലീൻ്റെ ഉള്ളില് എന്താണ് ഒതുങ്ങിക്കൂടേണ്ട കാര്യമാണ്. പിന്നെ എങ്ങനത്തെ വിമൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, വിമൻ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, അതേപോലെ വിമന്റെ കൾച്ചർ, അതേപോലെ അവരുടെ ക്ലോത്തിങ്, അതേപോലെ അവർ സംസാരിക്കുന്ന രീതി, വിമനെ സംബന്ധിച്ചിടത്തോളം അവരൊരു എത്തനിക് ആയിട്ടുള്ള അവരുടെ വംശത്തിൻ്റെതായിട്ടൊരു വംശീയമായി റെപ്രസെന്റ് ചെയ്യുന്ന ഡ്രസ്സസ് ഒക്കെയാണ് അവര് എന്താണ് അവർ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്ലാസിന്റെയും റിലീജിയന്റെയും മാർക്ക് എന്താണ് ഒരു സൈൻ ആയിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ പിന്നെ ഈ പിന്നെ ബുർക്ക ഫ്രാൻസിൽ എന്തായത് ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് പിന്നെ ഈ റിലീജിയസ് ബിലീഫുള്ള അല്ലെങ്കിൽ ആൾക്കാര് ഫ്രാൻസിലായിട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സാഹചര്യമായിട്ട് ഒത്തുപോകുന്നത്. കൂടാതെ ഹോസ്റ്റ് നേഷൻ എങ്ങനെ ഈ ഒരു ആവശ്യത്തെ അവർ ഉൾക്കൊള്ളും, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. കൂടാതെ മറ്റു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു കൾച്ചർ ഐഡന്റിറ്റിന്റെ ഭാഗമായിട്ട് സ്ത്രീകൾ എവിടെ വേണം എന്നാ പറയുന്നത്, സമൂഹത്തിന്റെ ഭാഗമായിട്ട് അവര് ഫാമിലിയിൽ തന്നെ ഒതുങ്ങി കൂടേണ്ട ഒരു തരത്തിലാണ് സ്ത്രീകളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇവര് ഈ ഒരു സ്ത്രീകളുടെ പിന്നെ എന്ത് ധരിക്കണം, അവരുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും എന്താ ട്രഡീഷന്റെ ഭാഗമായിട്ട് ആണ് ഒതുങ്ങിക്കൂടുന്നത്. കൂടാതെ ഇവർക്ക് ഈ സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു കൾച്ചറൽ പ്രിസർവിങ് എന്നൊരു റോളും കൂടി സ്ത്രീകൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇവരെ ഒരു എന്താണ് മൈഗ്രേഷനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ദെൻ ഇൻ ബിറ്റ്വീൻസ്. ഓക്കെ, ഇൻ ബിറ്റ്വീൻനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി സെക്കൻഡ് ജനറേഷൻ ഓഫ് വിമൻ എന്താണ് കുറച്ചൊക്കെ വളർന്നു, അവരെന്താണ് എന്താണ് ലോകങ്ങൾക്കിടയിലുമാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഈ രണ്ട് ലോകങ്ങൾക്കും ഇടയിൽ എന്ന് പറയാൻ കാരണം അതായത് സെക്കൻഡ് ജനറേഷൻ വിമൻ എന്താണ് എസ്പെഷ്യലി അവരെന്തായിട്ടുണ്ടാവും, ഒരു ട്രഡീഷണൽ വാല്യൂ ഉണ്ടാവും, അവർക്ക് എന്താണ് ഒരു സെക്ഷൽ ഫ്രീഡം, ഒരു ഇൻഡിവിജ്വലിസം ഉണ്ടായിരിക്കും. അവർ ഇതിന്റെ ഭാഗമായിട്ട് ഒരു ജനറേഷണൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായിരിക്കും, മദർ ഡോട്ടർ റിലേഷൻഷിപ്പ്. അതാണ് ഈ ഒരു കോമൺ ആയിട്ടുള്ള മൈഗ്രന്റ് നെറേറ്റീവ്സിന് വരാവുന്ന ഇഷ്യൂസ് ആണ്. ഒരു ഇൻ ബിറ്റ്വീൻനെസ്, ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ ഉള്ള ഒരു വ്യത്യാസം. അടുത്ത സെക്ഷുവാലിറ്റി. ഈ സെക്ഷുവാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു പാട്രിയാർക്കൽ സമൂഹത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് എന്താണ്, ഒരു വൈഫ് അവള് പരിശുദ്ധയായിരിക്കണം എന്നുള്ളത്. അവൾക്കൊരു എന്താണ് സെക്ഷുവാലിറ്റിയുടെ കാര്യത്തിലൊന്നും അവൾക്കൊരു ഫ്രീഡം ഇല്ല. നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പറയുന്ന സീത രാമായണത്തിൽ എങ്ങനെയാണ് സീതേന്റെ റോള്, അവൾ അത്രയും പ്യുവർ ആയിരിക്കണം. അല്ലെ, മൈഗ്രന്റ് വൈഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവരെ ചീത്ത രീതിയിലാണ് സമൂഹം കാണുന്നത്, നമ്മളെ ഈ ഒരു പുരാണങ്ങളിൽ പോലും എന്നാ പറയുന്നത്. അപ്പോ ഈ ഒരു പിന്നെ വിമനെ പിന്നെ മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ അവരെ എന്താണ് ഒരു ബെഗേഴ്സ് അല്ലെങ്കിൽ വിഡോസ് അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന രീതിയിൽ ആണ് അല്ലെ, എന്താണ് മറ്റുള്ള സമൂഹത്തിൽ എന്താണ് കുറച്ച് കാണപ്പെടുന്നതും കൂടാതെ ഒരുപാട് പേര് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. കൊളോണിയൽ ഓവർസീസിലൊക്കെ ഒരുപാട് പേര് എക്സ്പ്ലോയിറ്റ് ചെയ്യും. പിന്നെ അതേപോലെ എന്താണ് അവർക്ക് ഈ ഒരു പാട്രിയാർക്കൽ ഫാമിലി സെറ്റപ്പിന്റെ ഭാഗമായിട്ട് എന്താണ് ഫീമെയിൽ സെക്ഷുവാലിറ്റി, അതായത് എക്സോഗ്യാമസ് മാരേജ്, ഫീമെയിൽ സെക്ഷുവാലിറ്റി ഒക്കെ എന്താണ് ബാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത ക്യൂർ ഡയസ്പോറ ഐഡന്റിറ്റീസ്. നമുക്കറിയാം പിന്നെ
ഒരുപാട്, അതായത് ഗേ, ലെസ്ബിയൻ, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് അവരൊരുപാട് ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഈ ഒരുപാട് പേര് മുന്നോട്ട് വരികയും അവർക്ക് ഒരുപാട് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഈ ക്യൂർ കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാരുടെ ഐഡന്റിറ്റി അവരും മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അവരുടെ ഐഡന്റിറ്റീസ്, അപ്പൊ ഇതിൽ ഗേ, ലെസ്ബിയൻ, ബൈസെക്ഷൽ ഇതിലൊക്കെ ഇവരുടെ ഒരു പ്രൊട്ടക്ഷൻ ഈ ഒരു ഇമാനുവൽ നെൽസൺ 2002 അദ്ദേഹം റൈറ്റർ എഴുതിയ കാര്യമാണ്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റില് എസ്പെഷ്യലി സെക്ഷുവാലിറ്റി വിത്ത് സെയിം ജെൻഡർ ആണല്ലോ നമ്മൾ ഈ ഗേ, ലെസ്ബിയൻ എന്നൊക്കെ പറഞ്ഞാല്. പിന്നെ അപ്പോൾ ഇത്തരത്തില് കൾച്ചറലി ഇമ്പോസ്ഡ് ആയ നമ്മുടെ സമൂഹം അതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. ഈ ഒരു സെയിം സെക്സിലുള്ള ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയൊക്കെ. അപ്പൊ അവരുടേതായിട്ടുള്ള പേഴ്സണൽ കോൺഫ്ലിക്ട്സും പൊളിറ്റിക്കൽ കോൺട്രാഡിക്ഷൻസും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരില് ഒരു ഹോമോസെക്ഷൽ സബ്ജക്റ്റിവിറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ടുകളും മറ്റും പുതിയ സമൂഹത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അടുത്തത് റോൾ ഓഫ് പ്രവാസി ഓർഗനൈസേഷൻ. ഓക്കെ, റോൾ ഓഫ് പ്രവാസി ഓർഗനൈസേഷനിൽ നമ്മൾ പറയുന്നത് ഫസ്റ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ, IOM, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ. ഓക്കെ, ഇതിൽ IOM എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു IOM-ലൂടെ നമ്മൾ പറയുന്നത് ഈ ഒരു പിന്നെ ട്രാഫിക്കിങ്ങിലൂടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതായത് ആൾക്കാർ അബ്യൂസ് ചെയ്യുന്ന ഹ്യൂമൻ ബീങ്സിൻ്റെ അബ്യൂസ് ചെയ്യുന്ന അതിനൊക്കെ പ്രിവെന്റ് ചെയ്യാനും, പ്രിവെൻഷൻ ആൻഡ് അസിസ്റ്റൻസ് ടു സർവൈവേഴ്സ് ഓഫ് ട്രാഫിക്കിംഗ്. അതായത് ഈ IOM ആൾക്കാർക്കിടയിൽ ഉണ്ടാവുന്ന ട്രാഫിക്കിങ്ങിന്റെ പ്രശ്നങ്ങൾ, അതായത് അവരിലുണ്ടാകുന്ന ആൾക്കാർക്ക് ഇഷ്യൂസ്, ആ ഇഷ്യൂസ് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രൊജക്ട് പ്രിവെൻഷൻ ആൻഡ് അസിസ്റ്റൻസ് ടു സർവൈവേഴ്സ് ഓഫ് ട്രാഫിക്കിംഗ്. ഇതിൽ 2 മേജർ പ്രൊജക്ട്സ് ആണുള്ളത്. ഒന്ന് ഗ്രേറ്റർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇമ്മോറൽ ട്രാഫിക് ആൻഡ് പ്രിവെൻഷൻ ആക്ട്, അല്ലെങ്കിൽ ആന്റി ട്രാഫിക്കിംഗ് ഇൻ പേഴ്സൺസ് ആൻഡ് പ്രിവെൻഷൻ, പ്രൊട്ടക്ഷൻ ആൻഡ് അസിസ്റ്റൻസ് ടു സർവൈവേഴ്സ് ഓഫ് ട്രാഫിക്കിംഗ് ഓർ വൾണറബിൾ പോപ്പുലേഷൻ. അതായത് നമ്മൾ ആൾക്കാരെ തെറ്റായ രീതിയിൽ അബ്യൂസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് IOM. അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ട്. ഒന്ന് അതിന് പറയുന്നത് പാസ്റ്റ് എക്സാമിനൊക്കെ പാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെൻഷൻ ആൻഡ് അസിസ്റ്റൻസ് ടു സർവൈവേഴ്സ് ഓഫ് ട്രാഫിക്കിംഗ്, അതാണ് കേട്ടോ. ദെൻ അത് 2 more projects ഉണ്ട്. ഒന്ന് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇമ്മോറൽ ട്രാഫിക്, അടുത്ത ആന്റി ട്രാഫിക്കിംഗ് ഇൻ പേഴ്സൺസ്. ഈ പാസ്റ്റ് എയിം ചെയ്യുന്നത് ഒരു 300 സർവൈവേഴ്സ് ഈ ട്രാഫിക്കിംഗ് ഇഷ്യൂസ് ആയിട്ട് അവർക്ക് എക്കണോമിക് ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് മൈക്രോ ക്രെഡിറ്റ് അസിസ്റ്റൻസ് കൊടുക്കുക, അവർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, മറ്റുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഒരു സൈക്കോ സോഷ്യൽ കൗൺസിലിങ്ങിലൂടെ അവരെ വീണ്ടെടുക്കുക. കൂടാതെ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഈ ഒരു പിയർ എഡ്യൂക്കേഷൻ, അതായത് നമ്മൾ മറ്റുള്ളവരെ അബ്യൂസ് ചെയ്തിട്ടുള്ള അതിന്റെ വിക്ടിംസ് ഒക്കെ ഉണ്ടാകൂല, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ട് പല ഇഷ്യൂസിലും പെട്ടവരുണ്ടാവുമല്ലോ, അപ്പൊ അവരെ എഡ്യൂക്കേഷനും അവരുടെ ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു IOM സെറ്റപ്പ് ചെയ്തത്. അപ്പൊ അതിന്റെ അണ്ടറിലുള്ള പ്രൊജക്റ്റ് ആണ് പാസ്റ്റ് എന്ന് പറയുന്നത്. കൂടാതെ സെക്കൻഡ് പ്രൊജക്ട് എന്ന് പറയുന്നത് ടെക്നിക്കൽ കോപ്പറേഷൻ വിത്ത് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഫോർ അസിസ്റ്റൻസ് ടു സർവൈവേഴ്സ് ഓഫ് ട്രാഫിക്കിംഗ് ആൻഡ് വൾണറബിൾ പോപ്പുലേഷൻ, TCPA. അപ്പൊ ഒന്ന് പാസ്റ്റും ഒന്ന് TCPA. ഈ പാസ്റ്റിന്റെ അണ്ടറിലുള്ള രണ്ട് പ്രൊജക്ട്സുകളാണ് എന്ത് പറയുന്നത്, നമ്മള് ഈ ഒരു ആന്റി ട്രാഫിക്കിംഗ് ഇൻ പേഴ്സൺസും അസിസ്റ്റൻസ് ടു സർവൈവേഴ്സ് ഓഫ് ട്രാഫിക്കിംഗ്. ഓക്കെ, പിന്നെ അടുത്ത പ്രൊജക്ട് എന്ന് പറയുന്നത്
TCPA. അപ്പൊ ഈ TCPA ബേസ് ചെയ്യുന്ന എന്താണ്, ഈ പാസ്റ്റിന്റെ പ്രൊജക്റ്റ് ഒക്കെ എന്താണ് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. കൂടാതെ എന്താണ് പിന്നെ കൊളാബറേറ്റ് ചെയ്യുക ഈ പാസ്റ്റുമായി പ്രവർത്തിച്ചിട്ട്, പാസ്റ്റും അതേപോലെ തന്നെ പിന്നെ മിനിസ്ട്രി ഓഫ് വിമൻ MWCD ആയി പ്രവർത്തിച്ചൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു പിന്നെ ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഒഴിവാക്കുക. കൂടാതെ പിന്നെന്താണ് നമ്മൾ ഈ ഒരു പ്രശ്നങ്ങളിലൂടെ അവർക്ക് വരാവുന്ന പ്രശ്നങ്ങളും മറ്റെന്താണ് നമ്മൾ ഒരു രീതിയിൽ ഒഴിവാക്കുക. കൂടെ അടുത്തത് എന്ന് പറയുന്നത് പ്രിവെൻഷൻ ആൻഡ് അസിസ്റ്റൻസ് ടു സർവൈവേഴ്സ് ഓഫ് ട്രാഫിക്കിംഗ് ആൻഡ് ടെക്നിക്കൽ കോപ്പറേഷൻ വിത്ത് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. ഈ പിന്നെ സർവൈവേഴ്സിനുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഇതിൽ അടുത്ത് പറയുന്നത് പിന്നെ AENES ആ പ്രോഗ്രാം, അതായത് പിന്നെ ഗവൺമെന്റ് ഓഫ് ബെൽജിയം, യൂറോപ്യൻ കമ്മീഷനൊക്കെ ചേർന്നിട്ട് IOM ഇൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് പിന്നെ ഒരു ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ, അതായത് ഓവർസീസിലുള്ള ഇന്ത്യൻ വർക്കേഴ്സിന് വേൾഡ് വൈഡ് ആയിട്ടൊരു പിന്നെ സഹകരണത്തോട് കൂടിയിട്ട് ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുക. ഇതിന്റെ ഭാഗമായിട്ട് ഇവര് എന്താണ് ഒരു ലേബർ മൊബിലിറ്റി ഒരു ഏഷ്യ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരിക. കൂടാതെ ഈ ഒരു IOM-ലൂടെ എന്ത് ചെയ്യണം, IOM-ലൂടെ പിന്നെ മിനിസ്ട്രി ഓഫ് ഓവർസീസ് ഇന്ത്യൻ അഫയേഴ്സുമായി ചേർന്നിട്ട് എന്താണ് മൊബിലിറ്റി മാനേജ്മെന്റ് പ്രൊജക്ട്സ്, അതായത് ഓവർസീസിലെ വർക്കേഴ്സിന് അവരുടെ ആവശ്യങ്ങൾക്ക് ലീഗൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, മാസ് ഇൻഫർമേഷൻ ക്യാമ്പയിൻസ് ഒക്കെ എന്ത് ചെയ്യുക സംഘടിപ്പിക്കുക. ഇതൊക്കെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് മെയിൻ പ്രോജക്ട്സ്. ഇതിന്റെ മെയിൻ പ്രോജക്ട്സിലൂടെ ഉദ്ദേശിക്കുന്നത് ഏഷ്യ യൂറോപ്യൻ യൂണിയനിലുള്ള പിന്നെ ആൾക്കാരുടെ ലേബർ മൊബിലിറ്റി, അവരുടെ മൈഗ്രേഷൻ, പിന്നെ അതേപോലെ യൂറോപ്പ്, ബെൽജിയം എന്നുള്ള രാജ്യത്തിലേക്കുള്ള മൈഗ്രേഷൻ ഒക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് ICM ഇന്ത്യ സെന്റർ ഫോർ മൈഗ്രേഷൻ. ഇന്ത്യ സെന്റർ ഫോർ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലോകത്തെമ്പാടുമുള്ള ആൾക്കാരുടെ ക്രോസ് ബോർഡർ മൊബിലൈസേഷൻ ആണ്. ഇതിൽ ആൾക്കാരെ മൊബിലൈസ് ചെയ്യുന്നത് എന്തിന്റെ ഭാഗമായിട്ട് സെർച്ച് ഓഫ് എംപ്ലോയ്മെന്റ്. അപ്പൊ എംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് ഇവര് സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇന്ത്യ സെന്റർ ഫോർ മൈഗ്രേഷൻ അതിന് നമുക്ക് എന്താ പറയാ, ഒരു മിനിസ്ട്രി എന്നുള്ള രീതി ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഓവർസീസ് ഒരു പിന്നെ നമുക്കിതിനെ പിന്നെ ആദ്യം ICM അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഓവർസീസ് എംപ്ലോയ്മെന്റ്. ഇതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് സൊസൈറ്റിയാണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമാണ് വന്നത്. പിന്നെ ഈ ഒരു പിന്നെ ICM-ലൂടെ എന്താണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും ഇന്റർനാഷണൽ മൈഗ്രേഷനും ചേർന്നിട്ട് എന്ത് ചെയ്യാണ് പിന്നെ ഒരുപാട് എംപിരിക്കലായിട്ടും അനലിറ്റിക്കലായിട്ടും വേരിയസ് പോളിസീസും പ്രോജക്ട്സും ഒക്കെ ഡോക്യുമെന്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാണ്. കാരണം ഇഷ്യൂസ് വരുന്ന ആൾക്കാർക്കിടയിൽ വരുന്ന പലതരം ഇഷ്യൂസിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ് ഇതിൽ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. അപ്പൊ ഇതിന്റെ ഫങ്ഷൻസ്, അതായത് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത്തത് അതായത് ആൾക്കാരുടെ ഡാറ്റാബേസ് കളക്ട് ചെയ്തിട്ട് അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എബ്രോഡ് ഉണ്ടാക്കി കൊടുക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി ചെയ്യുക. കൂടാതെ ഐഡന്റിറ്റി ലേബർ, അതായത് ലേബർ സപ്ലൈയിൽ ഉണ്ടാവുന്ന ഇന്ത്യൻ വർക്കേഴ്സിന് ആവശ്യത്തിനനുസരിച്ചിട്ട് മറ്റു രാജ്യത്തേക്ക് എത്തിക്കുക. കൂടാതെ അടുത്തത് പറയുന്നത് മൂന്നാമത്തേന്ന് പറയുന്നത് പ്രൊഫഷണൽ കൺസൾട്ടേഷന്റെ ഭാഗമായിട്ട് ജോലിയുള്ള അപ്ഗ്രഡേഷൻ, അതേപോലെ സ്കിൽ ഡെവലപ്മെന്റ്, പ്രൈവറ്റ് സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യുക, അതിന് പ്രൈവറ്റ് സെക്ടറിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വിദേശത്ത് പ്രൊവൈഡ് ചെയ്യാം. അടുത്തത് പറയുന്നത് പ്രീ ഡിപ്പാർച്ചർ ഓറിയന്റേഷൻ പ്രോഗ്രാം, അതായത് പല രാജ്യത്തേക്കായി പോകുന്ന വർക്കേഴ്സ് ജോലിക്ക് പോണതിന്റെ മുന്നായിട്ട് അവർക്ക് ഓറിയന്റേഷൻ കൊടുക്കുക. ഓറിയന്റേഷൻ
പ്രോഗ്രാം കൊടുക്കുക. അടുത്ത കോർഡിനേറ്റ് വിത്ത് പിന്നെ എംപ്ലോയ്മെന്റ് ഏജൻസീസുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് അവർക്കൊരു മാൻ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻസ്, അതേപോലെ അവർക്ക് ജോലിനെ പറ്റിയിട്ടൊരു കൃത്യമായിട്ടുള്ള ധാരണയും അവർക്കൊരു ഒരു എംപ്ലോയ്മെന്റ് ആയിട്ട് കണക്ട് ചെയ്യണം. വിദേശത്ത് അവർക്ക് മാൻ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ പറയുന്നത് ഈ ഒരു ഇന്റർനാഷണൽ ലേബർ മാർക്കറ്റിന്റെ ട്രെൻഡ് മനസ്സിലാക്കി കൊടുക്കുക. എത്തരത്തിലുള്ള വർക്കേഴ്സിനെയാണ് ആവശ്യം വരുന്നത്. ഈ അയക്കുന്ന രാജ്യങ്ങൾക്ക് അവരുടേതായുള്ള പോളിസീസ് എന്തൊക്കെയാണ്, അവിടുന്ന് പോകുന്ന ആൾക്കാർക്കുള്ള പോളിസീസ് ഒക്കെ എന്താണ്, സ്ട്രാറ്റജീസ് എന്തൊക്കെയെന്ന് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഓവർസീസിലെ ഇന്ത്യൻ വർക്കേഴ്സിന് അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് വെൽഫെയർ ഫണ്ടൊക്കെ എന്ത് ചെയ്യുക, പിന്നെ ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ അറേഞ്ച്മെന്റ് ഒക്കെ നടത്തുക എന്നൊക്കെ ഈ ഒരു അസൈൻമെന്റ് ഫങ്ഷനാണ്. അടുത്ത ഒബ്ജക്റ്റീവ്സ്, അതായത് ഇവർക്ക് വേണ്ടിയിട്ട് തിങ്ക് ടാങ്ക്, അതായത് പിന്നെ മീഡിയം അല്ലെങ്കിൽ ലോങ് ടേം സ്ട്രാറ്റജീസ്, ഈ ഓവർസീസിലുള്ള എംപ്ലോയ്മെന്റിന്റെ ആവശ്യങ്ങൾക്ക് പോകുന്ന ഇന്ത്യൻസിന് അവർക്ക് വേണ്ടി പല സ്ട്രാറ്റജീസും പോളിസീസും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം. പിന്നെ ഇവരുടെ പ്രശ്നങ്ങൾ, ഇവരുടെ ലേബർ മാർക്കറ്റിന്റെ ട്രെൻഡ്സ് അത് പഠനം നടത്തുക, അനലൈസ് ചെയ്യുക, അതൊക്കെ പിന്നെ സെൻഡിങ്, അതായത് ഹോസ്റ്റ് കൺട്രിക്കും ഹോംലാൻഡിലേക്കും അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യണം, ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലേബർ സപ്ലയർ ഏതൊക്കെ പിന്നെ ആൾക്കാരാണ് കോൺട്രാക്ട് ബേസിൽ ആൾക്കാരെ പണിക്കാരെ കൊടുക്കുന്നത്, അവരുമായി ഡീലിങ്സ് നടത്തുക, അവരെ പറ്റിയിട്ട് എന്ത് ചെയ്യുക, അവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പഠനം നടത്തുക. കൂടാതെ പിന്നെ പറയുന്നത് ഇന്ത്യൻ യൂത്ത്, എത്രത്തോളം ഇന്ത്യൻ യൂത്ത് ഓവർസീസിലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടൊരു കമ്മീഷൻ സ്റ്റഡി തന്നെ നടത്തുക. പിന്നെ ഓവർസീസിലുള്ള ഇന്ത്യൻ വർക്കേഴ്സിന്റെ അവരുടെ പ്രൈവറ്റ് റിക്രൂട്ട്മെന്റ് ഇൻഡസ്ട്രീസ് അതിന്റെ സർവീസസ് നോക്കുക. പിന്നെ സ്കിൽഡും ട്രെയിൻഡും ക്വാളിഫൈഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ പ്രൊജക്റ്റ് ചെയ്യുക. കൂടാതെ അടുത്ത് പറയുന്നത് പിന്നെ ഈ ഒരു പ്രൊജക്റ്റിലൂടെ വേണ്ട രീതിയിൽ അവർക്ക് ഡെവലപ്മെന്റും സ്കില്ലോ മറ്റും കൊടുക്കുക. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഇതിന്റെ ഭാഗമായിട്ട് പിന്നെ ട്രെയിനിങ്ങും മറ്റും പ്രൊവൈഡ് ചെയ്യുക. കൂടാതെ വെൽഫെയർ സ്കീംസ് ഇന്ത്യൻ വർക്കേഴ്സിന്, ഓവർസീസിലുള്ള ഇന്ത്യൻ വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. അടുത്ത് പറയുന്നത് പിന്നെ ഒരു 2 ടയർ ബോഡി ഉണ്ട് ഈ ഒരു പിന്നെ ഈ ഒരു പിന്നെ നമ്മൾ പറഞ്ഞ ICMുമായി ബന്ധപ്പെട്ട ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഗവേണിംഗ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കും. പിന്നെ അത് പിന്നെ നമുക്ക് MEAയുടെ ചെയർമാൻ ഉണ്ടായിരിക്കും. പിന്നെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, ആരൊക്കെ വേണം, അതിൻ്റെ മെമ്പേഴ്സിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ്. ഈ ഇനീഷ്യേറ്റീവ്സ്, ഈ ICMന്റെ ഇനീഷ്യേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്, അതായത് മൈഗ്രേഷൻ ആഗ്രഹിക്കുന്ന പൊട്ടൻഷ്യൽ മൈഗ്രൻസിന് വേണ്ടിയിട്ട് ഒരു സ്കിൽ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് എന്തുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ. പിന്നെ പറയാം ഇന്റർനാഷണൽ വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അത് ഹോസ്പിറ്റാലിറ്റിന്റെ സെക്ടറിലൊക്കെ വേണ്ടിയിട്ട്, പിന്നെ എസ്പെഷ്യലി ഗുവാഹട്ടിയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ഗുവാഹട്ടിയിലുള്ള ആസാമിലെ ഗുവാഹട്ടിയിൽ സ്കിൽ ട്രെയിനിങ് സർട്ടിഫിക്കേഷൻ റിസോഴ്സ് സെന്റർ ഉണ്ട്. എസ്പെഷ്യലി ഹോസ്പിറ്റാലിറ്റി എന്നുള്ള മേഖലയിലോട്ടൊക്കെ ജോലിക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ട്. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്തത് ഈ ഒരു ഡെവലപ്പിംഗ് നോളജ്, പിന്നെ യൂറോപ്യൻ യൂണിയനെ പറ്റിയിട്ട്, അതേപോലെ പിന്നെ യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട മൈഗ്രേഷൻ റിലേറ്റഡ് ആസ്പെക്ട്സ് എല്ലാ കാര്യങ്ങളും. പിന്നെ അതേപോലെ എംപവർമെന്റ് ഓഫ് വിമൻ മൈഗ്രന്റ് വർക്കേഴ്സ്, ഗൾഫ് ICM എന്നുള്ളൊരു ഓർഗനൈസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, UN വിമൻ ഗവൺമെന്റ്. പിന്നെ ലേബർ മാർക്കറ്റ് അസസ്മെന്റ്, പിന്നെ എംപ്ലോയീസിന്റെ ഇഷ്യൂസ്, പിന്നെ അതേപോലെ സീനിയർ ഫെലോഷിപ്പ് പ്രോഗ്രാം, അതേപോലെ അതർ വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു എമിഗ്രേഷൻ മാനേജ്മെന്റ് ബില്ല്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്, ഇതിന്റെ ഇനീഷ്യേറ്റീവ് ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ നമ്മൾ പറയുന്നത് ശ്രമിക്. ശ്രമിക് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്തൻ ആൻഡ് ഹാർമോണൈസ് റിസർച്ച് ആൻഡ് ആക്ഷൻ,
അതായത് ഇന്ത്യൻ മൈഗ്രേഷൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഒരു ഇനീഷ്യേറ്റീവായിട്ട് തുടങ്ങിയതാണ് മൈഗ്രേഷന് സപ്പോർട്ട് ടാറ്റ ട്രസ്റ്റ് തുടങ്ങിയ ഒരു ഇനീഷ്യേറ്റീവ് ഇന്ത്യൻ മൈഗ്രേഷന് വേണ്ടിയിട്ട് സ്ട്രെങ്തൻ ആൻഡ് ഹാർമണൈസ് റിസർച്ച് ആൻഡ് ആക്ഷൻ ഓൺ മൈഗ്രേഷൻ. അപ്പോൾ ഇതിൽ പറയുന്നത് ഈ ശ്രമിക്കിലൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ ഒരു പിന്നെ പ്രൊമോട്ട് ചെയ്യാം, എസ്പെഷ്യലി പിന്നെ ഈ ഒരു മൈഗ്രേഷനെ പറ്റിയിട്ടുള്ള അവയർനെസ് ഉണ്ടാക്കുക, പിന്നെ ഇന്ത്യൻ മൈഗ്രേഷന്റെ നേച്ചർ, എക്സ്റ്റെൻഡ്, പിന്നെ മൈഗ്രേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്, അതേപോലെ മൈഗ്രൻസിന്റെ വർക്കേഴ്സിന്റെ ഫാമിലി, അതിന്റെ സ്ട്രാറ്റജി ഒക്കെയാണ് ഈ ഒരു ശ്രമിക്കിലൂടെ പിന്നെ ഈ ഒരു ട്രസ്റ്റ് പ്രസന്റ് ചെയ്യുന്നത്. ഇതിന്റെ ഗോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യാണ്, മൈഗ്രൻസിന് ആവശ്യമായിട്ടുള്ള അവരുടെ ഒരു പോവർട്ടി റിഡക്ഷന്റെയും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിന്റെയും ഭാഗമായിട്ട് അവർക്കൊരു പിന്നെ അവർക്ക് എത്തപ്പെടാൻ പറ്റുന്ന മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പിന്നെ അവർക്ക് അതിൻ്റെതായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഇതിന്റെ നെക്സ്റ്റ് ഗോൾ എന്ന് പറയുന്നത് പോളിസി പ്രിസ്ക്രിപ്ഷൻസ്, അതായത് പിന്നെ ഈ മൈഗ്രൻസിന്റെ അവകാശങ്ങളും മറ്റും അവർക്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അവതരിപ്പിച്ചു കൊടുക്കുക, അതിന്റെ എവിഡൻസ് ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവർക്ക് വിദേശത്ത് ചെന്ന ഒരിക്കലും ഒരു പ്രശ്നം അവർക്ക് പിന്നെ കൺഫ്രണ്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവരിലേക്ക് ഒരു എന്താണ് മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക എന്നത് ഈ ശ്രമിക്കിന്റെ ഒരു ലക്ഷ്യമായിട്ടാണ് പറയുന്നത്. പിന്നെ അടുത്തത് ശ്രമിക്കിന്റെ കീ ക്വസ്റ്റ്യൻസ്, അതായത് സ്ട്രക്ചറൽ ആയിട്ടും ലീഗലായിട്ടുള്ള മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ മൈഗ്രേഷൻ എങ്ങനെ ലിവ്ലിഹുഡിനെ ബാധിക്കുന്നു, കൂടാതെ പിന്നെ ഇന്ത്യ ഇത്രത്തോളം അർബൺ ആയെങ്കിലും കൂടി എന്താണ് എന്തുകൊണ്ട് ആൾക്കാർ ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു പോകുന്നുണ്ട്, കൂടാതെ പിന്നെ നാഷണലി അവരുടെ ഫ്ലോസ്, അതായത് എങ്ങനെയൊക്കെയാണ് ഒരാള് ഒരു മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് പോകുന്നത്, ഇവരുടെ ബാക്കി കാര്യങ്ങളെല്ലാം ഇതൊക്കെ ഒരു ശ്രമികമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എന്താണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അടുത്തത് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്റ്റീവ് എലമെന്റ്സ് ഓഫ് ശ്രമികിന്റെ ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഈ ഒരു പിന്നെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസിലൂടെ, അത് നമുക്ക് ടാറ്റ ട്രസ്റ്റിന്റെ ഇനീഷ്യേറ്റീവ് ആണല്ലോ ശ്രമിക, അതുകൊണ്ട് തന്നെ എന്താണ് പിന്നെ ഈ ഒരു പിന്നെ പഠനത്തോട് കൂടിയിട്ടുള്ള എന്താണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു പിന്നെ ബോഡി ഓഫ് നോളജ് ഉണ്ടായിരിക്കണം ഈ ഒരു മൈഗ്രേഷനെ പറ്റിയിട്ട്. കൂടാതെ എന്താണ് ഇൻഫർമേഷനും ഗൈഡൻസും കൊടുക്കണം. അതേപോലെ ഒരു അക്കാദമിക്കിന്റെ ഭാഗമായിട്ടൊരു പിന്നെ മൈഗ്രൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് വേണം, എവിടേക്കാണ് അവർ പോകുന്നത്, അവരുടെ ലക്ഷ്യങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ ശ്രമിക മൈഗ്രൻസിന് വേണ്ടിയിട്ട് അവരുടെ പ്രൊമോഷനും പ്രൊട്ടക്ഷനും ഒക്കെ വേണ്ടിയിട്ട് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിലൂടെ നമ്മൾ പിന്നെ ഈ ലാസ്റ്റ് മൊഡ്യൂളിന്റെ ലാസ്റ്റ് പോയിന്റ് ആണ് ഈ ശ്രമിക എന്നുള്ളത്. ഇതിലൂടെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് പിന്നെ വേരിയസ് ഓർഗനൈസേഷൻസ്, അതായത് ഇന്റർനാഷണലി ഇനീഷ്യേറ്റീവായി എടുക്കുന്ന പിന്നെ ഓർഗനൈസേഷനുകൾ, അതേപോലെ ഈ ഒരു ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം കാര്യമാണ് ഓരോരോ ഓർഗനൈസേഷനുകളും ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് പിന്നെ നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് മൊഡ്യൂള് തീർന്നു. ഇനി നമുക്കിതിൽ ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതനുസരിച്ചിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാൻ. ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.